ഭാവം മാത്രം പറയുന്നു. നീയും അതിന് റെസ്പോണ്ട് ചെയ്തു, നിനക്ക് അങ്ങനെ ഫീൽ ചെയ്തു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇങ്ങോട്ടൊരു ഇത് വന്നത് കൊണ്ട് തന്നെയാണ് അങ്ങോട്ടും പറഞ്ഞെന്ന് പറഞ്ഞു. ആളുകൾ ഒക്കെ കണ്ണുനീരും കണ്ട് സർവൈവൽ ആയിരുന്നു എന്ന് പറഞ്ഞ ഈ ഒരു ഷോയിനെ അങ്ങനെയാക്കി മാറ്റിയത് PR ടീമാണ്. സോ മീഡിയ എന്താണ് ഫീൽ? നമസ്കാരം, ബിഗ് ബോസ് മലയാളം സീസൺ 7 ഇത് നിർത്താമെന്ന് കരുതിയതാണ്, പക്ഷെ നിർത്താൻ പറ്റുന്നില്ല. എന്ത് ചെയ്യാൻ പറ്റും? ഓരോ സംഭവങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ചെയ്യേണ്ടെന്ന് കരുതിയ ഒരു വീഡിയോ ആണ് കേട്ടോ. ഞാനിത് ഇന്നലെ തൊട്ട് ഈ ഒരു വീഡിയോ കിടന്നിങ്ങനെ കറങ്ങുന്നുണ്ട്. ഒരുപാട് പേര്, ഒരു ലോഡ് പേര് എനിക്കിങ്ങനെ അയച്ചു തരുന്നുണ്ട്. ഇതാ നമ്മുടെ കുത്തിത്തിരിപ്പ്. പിന്നെ നിങ്ങളുടെ സ്വന്തം വിഷമമെന്ന് വിചാരിക്കുന്നത്, താങ്കൾ അവിടെ നിന്ന് കരയുന്നതൊക്കെ കണ്ടു. ആ വിഷമം വിചാരിക്കുന്നത് ആ ഒരു സൈബർ ബുള്ളിക്ക് താങ്കൾ കിട്ടിയത് താങ്കളുടെ സ്വന്തം സുഹൃത്തായ അക്ബറാണ്, കുത്തിത്തിരിപ്പ് ബിന്നി എന്നുള്ളത്. പക്ഷെ ആ പുള്ളിയെ ഇപ്പൊ നമ്മൾ വരുന്നത്, ഇപ്പൊ നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്ന അവസാന വീഡിയോയിൽ തന്നെ ആ കുത്തിത്തിരിപ്പ് കൃത്യമായിട്ട് എന്ത് കുത്തിത്തിരിപ്പാണ് താങ്കൾ ഉണ്ടാക്കിയതെന്നും സൈബർ ബുള്ളിങ് എന്താണെന്ന് താങ്കൾക്ക് ഞാൻ പറഞ്ഞു കൊടുത്തരാം. എന്ന് വെച്ചാൽ സൈബർ ബുള്ളിങ് ചെയ്യാൻ പോകുന്നു എന്നല്ല. അപ്പോ ഇപ്പോ ലാസ്റ്റ് വന്നിട്ട് ഈ പറയുന്ന അനിമോള്, പിന്നെ വേറൊരു കാര്യം കൂടി പിന്നീട് പറയുന്നത്, ഇതൊന്നും എടുക്കണ്ടെന്ന് കരുതിയാണ് കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞു പോയ കേസാണ്, ഇത് വീണ്ടും ചികഞ്ഞെടുത്ത് കൊണ്ടുവരണ്ടെന്ന് കരുതിയാണ്. അപ്പൊ താങ്കൾ ഇന്നലെ പറഞ്ഞ കുറെ ഡയലോഗുകൾ ഉണ്ട് അതിനകത്ത്. ആ ഡയലോഗുകൾ പറഞ്ഞത് കൊണ്ട് താങ്കൾ മുൻകാലത്ത് ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ അത് കൂടി ഞാൻ ചെറിയ 1-2 ക്ലിപ്പും കൂടി വെക്കുന്നുണ്ട്. ചിലപ്പോൾ ഓർമ്മ മറന്നുപോയെങ്കിലേ ഒന്ന് ഓർമ്മിക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് കേട്ടോ. ഓക്കെ, അപ്പോ അനിമോൾ ഇന്നലെ ഈ പറയുന്ന ഏഷ്യാനെറ്റിന്റെ ഇന്റർവ്യൂവിൽ അനിമോൾ പറഞ്ഞു 50,000 ഞാൻ കൊടുത്തത് 1 ലക്ഷം രൂപയാണ് ഈ പറയുന്ന പിന്നീട് PR കൊടുത്തത്, അതിൽ 50,000 കൊടുത്തു എന്ന് പറയുന്നു. ഈ പറയുന്ന എന്താണ് നമ്മുടെ വിനു എന്ത് പറയുന്നു? ഇല്ല, 11,101 രൂപയാണ് കൊടുത്തത് എന്നൊക്കെ പറഞ്ഞു. അതിനെക്കുറിച്ച് നമുക്ക് ഇതിൽ സംസാരിക്കാം. ഓക്കെ, അപ്പോ എന്താണ് ബിന്നി പറഞ്ഞത്? ബിന്നി എങ്ങനെയാണ് ഇതിനകത്ത് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്, എങ്ങനെയാണ് മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് എന്നുള്ളത് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരാം. ഓക്കെ, നമുക്കതൊന്ന് കാണാം. ബിന്നി പറഞ്ഞത് ഞാനൊരു താങ്ക്സ് പറയാൻ വേണ്ടി വന്നതാണ്. ബിഗ് താങ്ക്സ് ടു അനുമോൾ. ശരിക്കും ദൈവമുണ്ട്. കാരണം ഞാൻ അനുഭവിച്ച ഒരു സൈബർ ബുള്ളിങ്, അനുമോളുടെ ഓവറായിട്ടുള്ള വീഡിയോ കാരണം ഞാൻ അനുഭവിച്ച, സത്യം പറയാൻ എനിക്ക് ഉറപ്പിച്ച് പറയുന്നത് അനുമോളുടെ PR ഇഷ്യൂ ആയതുകൊണ്ട് അനുമോളുടെ ആൾക്കാർ തന്നെയാണ് എനിക്ക് നേരെ വന്നിട്ട് ഇത് പറഞ്ഞത്. ഞാൻ പറഞ്ഞത് കള്ളമാണ്. ഓക്കെ, ഇതില് ബിന്നി പറയുന്ന ഒരു കേസ്, ഞാൻ അനുഭവിച്ച സൈബർ ബുള്ളിങ് താങ്ക്സ് ടു അനുമോൾ. അതായത് അനുമോൾ അവിടെ പറഞ്ഞ കേസ്, അതിനെ കുറിച്ച് ഞാൻ പറയാം. അപ്പൊ ഞാൻ അനുഭവിച്ച സൈബർ ബുള്ളിങ്, ഇതിന് തൊട്ട് മുമ്പ് ഒരു ചെറിയൊരു വീഡിയോ ക്ലിപ്പും കൂടി ഉണ്ട്, അത് ഞാൻ വെക്കുന്നില്ല. അതിനകത്ത് വേണമെങ്കിൽ ഞാൻ കുറച്ച് സ്ക്രീൻഷോട്ട് വെക്കാം. അതിനകത്ത് എന്നെ സൈബർ ബുള്ളിങ് ചെയ്തേ എന്ന് പറഞ്ഞുകൊണ്ട് കുറെ കമന്റുകൾ, ഇതാ എന്റെ പ്രൂഫാണ് ഇത് എന്ന് പറഞ്ഞ് കുറെ കമന്റുകൾ കണ്ട് ഞാനിത് വായിച്ചു നോക്കുന്നില്ല എന്താണ് കമന്റ് എന്നുള്ളത്. അപ്പൊ ഞാൻ വിചാരിച്ചു അവരെ വീട്ടിലിരിക്കുന്നത് അവരുടെ ഭർത്താവിനെ ഒക്കെ ഒന്ന് ഭയങ്കര തെറിയോ എന്തെങ്കിലുമൊക്കെ വിളിച്ചിട്ടുണ്ടാവും. ഇടത്തുള്ള ഞാൻ പോയി നോക്കിയാൽ കറക്കണം അറിയാമോ, നമ്മൾ എന്ത് ചെയ്യണം? അതായത് ഏതോ പിന്നെ അനിമോളുടെ കാർത്തു അൺഒഫീഷ്യൽ ഏതോ ഒരു ഗ്രൂപ്പ്, അൺഒഫീഷ്യൽ കാർത്തു എനിക്കറിയത്തില്ല, അങ്ങനെ ഒരു ഗ്രൂപ്പിൽ, ഒഫീഷ്യൽ അല്ല അൺഒഫീഷ്യൽ ഗ്രൂപ്പിൽ അവിടെയുള്ള ഫാൻസുകാര് ഈ പറയുന്ന ഈ ഭിന്നിയിട്ട എന്താണ് ആ കമന്റ് അവിടെ പോയി കമന്റ് ഇടണം. മാക്സിമം എന്ത് ചെയ്യണം? കമന്റ് ഇടണം എന്ന് പറഞ്ഞതാണ് ഇവർ സൈബർ ബുള്ളിങ് എന്ന് പറയുന്നത്. ബിന്നിയെ കമന്റ് ഇട്ട് ബിന്നിയെ എയറിലാക്കണം എന്ന് പറഞ്ഞതാണ് ബിന്നിയുടെ ഇതിൽ ഭയങ്കര സൈബർ ബുള്ളിങ്. അതിന്റെ റിപ്പോർട്ട് അടിക്കണം. എന്റെ പൊന്ന് ബിന്നി, നമുക്കൊക്കെ വരുന്ന തള്ളക്കി വിളി അറിയാമോ? ഈ പറയുന്ന അനീഷിന്റെ ഫാൻസ് എന്ന് പറഞ്ഞ് ഞാൻ വാങ്ങിച്ചു കൂട്ടിയ എന്റെ അമ്മയെ ഉൾപ്പെടെ, എന്റെ ഭാര്യ ഉൾപ്പെടെ, എന്റെ മക്കളെ ഉൾപ്പെടെ വിളിച്ച തെറി നിനക്ക് കാണാമോ? ഇതാണോ സൈബർ ബുള്ളിങ്? സോഷ്യൽ മീഡിയയിൽ അപ്പൊ മാനിപ്പുലേറ്റ്, ഇവിടെയും ആൾക്കാരെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുകയാണ്. അപ്പൊ നമ്മൾ വിചാരിക്കുമ്പോൾ കരഞ്ഞുകൊണ്ടാ പറയുന്നത്, അയ്യോ എന്റേതായ സൈബർ ബുള്ളിങ് ഇട്ടുകൊടുത്തു. ഇത് എല്ലാ ഫാൻസുകാരും ചെയ്യുന്നതാണ്. എന്താ ബിന്നിക്ക് ആദ്യം ബിന്നി ഇത് പറ, ബിന്നിക്ക് വ്യക്തമായിട്ട് അറിയാമല്ലോ, ബിന്നിക്ക് ഈ പറയുന്ന PR ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ബിന്നിക്ക് വ്യക്തമായിട്ടുള്ള PR ഉണ്ട്. ഗൾഫിൽ നിന്ന് വരെ നമുക്കറിയാവുന്ന കൂട്ടുകാരന്മാരെ വിളിച്ച് എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതായത് അവിടെ നിന്ന് അവർ വോട്ട് ചെയ്തിട്ട് സ്ക്രീൻഷോട്ട് അയച്ചു കൊടുക്കുമ്പോൾ പൈസ കൊടുക്കും. അത് പോയിട്ട് ബിന്നിനെ ആയതുകൊണ്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് ഭർത്താവിന്റെ അടുത്ത്, PR അടുത്ത് ഒന്ന് ബലമായി അവൻ പറയണേ എന്നൊക്കെ ബിന്നി തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഇതേ ബിന്നി തന്നെയാണ് അയ്യോ PR കൊണ്ട് ഒരാളെ ജയിച്ചു പോകുന്നേ എന്നുള്ള കുശുമ്പ കൊണ്ട് അവിടെ കരഞ്ഞു കാണിച്ചതും ബിന്നി തന്നെയാണ്. അപ്പൊ എന്റെ പൊന്നു ബിന്നി, ഇതല്ല സൈബർ ബുള്ളിങ്. ഇത് ബുള്ളിങ് അല്ല, ഇത് അവരുടെ അഭിപ്രായമാണ്. എന്താണ് അവിടെ വന്ന് കമന്റ് ഇട് എന്ന് പറയും. അതെല്ലാരും ചെയ്യുന്നതല്ലേ. ഇത് നിങ്ങളുടെ അമ്മേനെയോ ബിന്നിയെ ഈ പറയുന്ന ജാതീയമായിട്ടോ വംശീയമായിട്ടോ പിന്നീട് ഭർത്താവിനെയോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും അവിടെ എന്തെങ്കിലും തെറി കമന്റോ എന്തെങ്കിലും അതിൽ ഒരു കമന്റ് ബിന്നിക്ക് കാണിച്ചു തരാൻ പറ്റും? ബിന്നി ഇട്ടേലും ഞാൻ കണ്ടില്ല. ഞാൻ അതിന്റെ സ്ക്രീൻഷോട്ട് എന്തായാലും ഇവിടെ വെക്കുന്നത്, നിങ്ങൾ അത് വായിച്ചു. ഇതാണ് ഈ ബിന്നി മാനിപ്പുലേറ്റ് ചെയ്യുന്നത്. ഇങ്ങനെ കരഞ്ഞുകൊണ്ട് എന്നെ സൈബർ ബുള്ളിങ് ചെയ്തതെന്ന് പറഞ്ഞിട്ട് കുറെ കമന്റുകൾ, അതിൽ കുറെ എണ്ണം എടുത്തിട്ട് ഈ പറയുന്ന എന്ത് ചെയ്യുന്നുണ്ട്, കുറെ പേരെടുത്തിട്ട് എന്നെ റിയാക്ട് ചെയ്യുന്നുണ്ട്. ഇവർക്കൊന്നും അറിഞ്ഞു ഇതാണോ സൈബർ ബുള്ളിങ്? എന്റെ അമ്മേ, ഇതൊക്കെ ചെറുത്. ഇതെന്തോന്ന് ഒരാളത്ത് പോയി കമന്റ് ഇടാൻ പറയുന്നതോ അവർക്ക് സപ്പോർട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറയുന്നതോ?
താൻ ഇഷ്ടപ്പെടുന്ന കണ്ടസ്റ്റന്റിന് അവിടെ പോയി സപ്പോർട്ട് കൊടുക്കാൻ പറയുന്നതാണോ സൈബർ ബുള്ളിങ്? എന്റെ പൊന്ന് ബിന്നി, മാനിപ്പുലേറ്റ് ചെയ്യരുത്, ഇതല്ല സൈബർ ബുള്ളിങ് കേട്ടോ. അപ്പൊ സൈബർ ബുള്ളിങ് ഇതുവരെ കേട്ട് ബിന്നിക്ക് കിട്ടിയിട്ടില്ല, അങ്ങനെ പറ. ഞാൻ കള്ളിയാണ് എന്നാണ് പറഞ്ഞത്. ഞാൻ കള്ളിയാണ്, പിരിയാവ് കൊടുക്കാൻ അനുമോൾക്ക് പൈസ ഇല്ല, അനുമോൾ ഭയങ്കര കഷ്ടപ്പെട്ട് വന്ന ആളാണ് എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ. ബിന്നി കള്ളി തന്നെയാണ്, അത് ഞാനിത് തെളിയിക്കാം. ബിന്നി കള്ളി തന്നെയാണ്. ബിന്നി ഇവിടെയും മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഞാൻ പറഞ്ഞുതരാം, വ്യക്തമായിട്ട് പറഞ്ഞുതരാം. നോക്ക്, അപ്പൊ ബിന്നി എന്താ 16 ലക്ഷം? അതാണ് എനിക്ക് മനസ്സിലാവാത്തേ. 16 ലക്ഷം, ചിലപ്പോൾ 15 ലക്ഷം എന്നൊക്കെ ആയിരിക്കും ഞാൻ പറഞ്ഞത്. 15 ലക്ഷം എന്നൊക്കെ ആയിരിക്കും ഞാൻ പറഞ്ഞത്. അതായത് ബിന്നി എന്താ 16 ലക്ഷം പറഞ്ഞത്? അപ്പോ ഈ അനുമോള് പറഞ്ഞൊരു വാക്ക്, ഞാൻ 15 ലക്ഷം ഒന്നും ആയിരിക്കും പറഞ്ഞത്, ഞാൻ 15 ലക്ഷം. ഈ സാധനം വീണ്ടും വീണ്ടും കട്ട് ചെയ്ത് വീട്ടിൽ കാണിക്കുകയാണ്. കാരണം ഞാൻ 16 ലക്ഷം രൂപ കൊടുത്തു എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ് ബിന്നി ഇവിടെ ശ്രമിക്കുന്നത്. എന്റെ പൊന്ന് ബിന്നി, അങ്ങനെയല്ല അവള് പറഞ്ഞിരിക്കുന്നത്. അവള് പറഞ്ഞത് 15 ലക്ഷം രൂപ അവരെന്റെ അടുത്ത് ചോദിച്ചു. PR-കാര് 15 ലക്ഷം രൂപ വേണമെന്ന് എന്റെ അടുത്ത് ചോദിച്ചു എന്നാണ് പറഞ്ഞത്. അതിനെയാണ് നീ 16 ലക്ഷം കൊടുത്തു എന്നാണ് താങ്കൾ പറഞ്ഞത്. അവിടെയാണ് കള്ളമെന്ന്, അതാണ് നീ കള്ളി എന്ന് പറയുന്നത്. ബിന്നി കള്ളി എന്ന് പറയാൻ കാരണം 16 ലക്ഷം ഉറപ്പിക്കുകയും 50,000 രൂപ എന്താണ് ഈ പറയുന്ന അഡ്വാൻസ് കൊടുത്തു എന്നാണ് ബിന്നി പറഞ്ഞത്. ഇവിടെ അവള് പറഞ്ഞ കൊടുത്തു എന്നല്ല, അല്ലെങ്കിൽ അതിൽ ഉറപ്പിച്ചു എന്നല്ല പറയുന്നത്. 15 ലക്ഷം രൂപ അവര് ചോദിച്ചു. അവര് 15 എന്ന് പറയുന്നത് ബിന്നി എങ്ങനെയാ 16 ആക്കിയത്? അവിടെ തന്നെ കള്ളം ഉണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ അപ്പോ ഇത് കള്ളമാണ്. അപ്പൊ നീ എന്താണ് ഞാൻ 15? അപ്പൊ ബിന്നി ഇവിടെ പറയുമ്പോ, ബിന്നി ഈ ക്ലിപ്പ് ഇടുമ്പോ കാണുന്നവർക്ക് തോന്നുന്നത് ബിന്നിയുടെ അടുത്ത് പറഞ്ഞത് 16 അല്ല 15 എന്നാണ് പറഞ്ഞത് എന്നല്ലേ ആൾക്കാർ തെറ്റിദ്ധരിക്കുള്ളൂ. യഥാർത്ഥം പറഞ്ഞ അങ്ങനെയല്ല അവള് പറഞ്ഞത്. ഫുള്ളാ ഇത് കണ്ടാലേ മനസ്സിലാവും. അവള് പറയുന്നത് ബിന്നിയുടെ ഞാൻ അങ്ങനെ ഒരു സംഭവമേ പറഞ്ഞിട്ടില്ല. ഈ 15 ലക്ഷം രൂപ അവരെന്റെ അടുത്ത് ചോദിച്ചതാണ്, PR എന്റെ അടുത്ത് ചോദിച്ചതാണ്, അല്ലാതെ ഞാൻ അവർക്ക് കൊടുക്കാമെന്നോ ഞാൻ കൊടുത്തു എന്നോ പറഞ്ഞിട്ടില്ല എന്നാണ് പറഞ്ഞത്. കുത്തിത്തെരിപ്പ് വളച്ചൊടിക്കരുത്. അടുത്ത് 16 ലക്ഷം, ചിലപ്പോൾ 15 ലക്ഷം എന്നൊക്കെ ആയിരിക്കും ഞാൻ പറഞ്ഞത്. PR-ന് എത്ര പൈസ കൊടുത്തു? 1 ലക്ഷം. 1 ലക്ഷം കൊടുത്തില്ല. എത്ര കൊടുത്തു? ഒന്നും കൊടുത്തില്ല. 1 ലക്ഷമാണ്, 50 ഞാൻ കൊടുത്തത്. ഇനി 50,000 കൊടുത്തു. ഇനി അവള് പറയുന്നത് PR-ന് എത്ര കൊടുത്തു എന്ന് പറയുമ്പോൾ ഇവിടെ ആദ്യം 1 ലക്ഷം ഇല്ല. അതായത് ഇവള് പറയാൻ ഉദ്ദേശിക്കുന്നത് 1 ലക്ഷം രൂപ PR പറഞ്ഞുറപ്പിച്ചു, 50,000 രൂപ കൊടുത്തു എന്നാണ് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ. 1 ലക്ഷം രൂപ PR-ന് വേണ്ടിയിട്ട് പറഞ്ഞു, 50,000 രൂപ കൊടുത്തു എന്നുള്ളതാണ്. ബാക്കി 1 ലക്ഷം രൂപയ്ക്ക് ഇത്രയധികം PR കിട്ടും? 50,000 കൊടുത്തു, 50,000 കള്ളം പറഞ്ഞു. ആകെ എനിക്ക് തന്നത് ഞാൻ കാണിച്ചു കേട്ടോ. അപ്പോ ഇവള് 50,000 എന്ന് പറയുന്നു. ഈ പറയുന്ന വിനു എന്ന് പറയുന്ന അവള് കള്ളം പറഞ്ഞാൽ എനിക്ക് ആകെ തന്നത് 11,000 എത്ര രൂപയാണ്. അല്ല, എനിക്ക് മനസ്സിലാവാത്ത ഇതിനകത്തൊരു ലോജിക് ഇല്ലായ്മയുണ്ട്. അതായത് PR-ന്റെ വിഷയത്തിൽ ഇത്രയും വലിയ വിഷയങ്ങൾ ഉണ്ടാകുന്നു, എന്നിട്ട് അനുമോൾ വന്ന് പറയാണ് കൊടുത്തതിനെ കാട്ടി കൂടുതൽ പറയാ. വിനു പറയുന്നു, PR ചെയ്യുന്നവൻ പറയുന്നു 11,000 രൂപ തന്നിട്ടുള്ളൂ, അല്ല 10,101 അങ്ങനെ എന്തോ അല്ലെ. അപ്പോ അനുമോൾ പറയുന്നു 50,000 കൊടുത്തു. ഇതിൽ ആര് പറയുന്നതാ സത്യം, ആര് പറയുന്നതാ കള്ളം? ഒരു കാര്യം ഉറപ്പാണ്, PR ഉണ്ടെന്ന് അത് അവള് തന്നെ സമ്മതിക്കുന്നുണ്ട്. PR ഉണ്ടെന്ന്. ആർക്കാ ബിന്നി ഇല്ലാത്തത്? ബിന്നി PR ഇല്ലാത്ത ഒരാളുടെ പേര് എനിക്ക് പറഞ്ഞു. അക്ബർ ആണോ, അനീഷാണോ, ഈ പറയുന്ന നെവിനാണോ? നെവിന് PR ഇല്ലേ? തന്നെ ബിന്നിക്ക് PR ഇല്ലായിരുന്നോ? ബിന്നിക്ക് നല്ല മുട്ടം PR ഉണ്ടായിരുന്നു. പക്ഷെ PR ഉണ്ടായിട്ട് പോലും നമ്മുടെ കുത്തിത്തിരിപ്പ് മാത്രമാണ് താങ്കൾ ചെയ്തത്. അത് ആൾക്കാർക്ക് ഇഷ്ടപ്പെടും. താങ്കളുടെ കുത്തിത്തിരിപ്പ് എന്താണെന്ന് ഞാനിപ്പം വീഡിയോ ഉൾപ്പെടെ പറഞ്ഞുതരാം. ബാക്കി അനുവിന്റെ വിഷമങ്ങളും കഷ്ടപ്പാടുകളും ഒക്കെ കണ്ണുനീരും കണ്ട് സർവൈവൽ ആയിരുന്നു എന്ന് പറഞ്ഞ ഈ ഒരു ഷോയിനെ അങ്ങനെയാക്കി മാറ്റിയത് PR ടീമാണ്. സോ എന്റെ പൊന്നു ബിന്നി ആയിരുന്നു, അതിന് PR ഒന്നും വേണ്ട. അതായത് ഏതാണ്ട് 57% വോട്ട്, ഏതാണ്ട് 24 ലക്ഷത്തോളം വോട്ട്, ഏതാണ്ട് 20 ലക്ഷത്തിന് മേളിൽ വോട്ട് അനുമോൾക്ക് വീഴണമെങ്കിൽ അത് ഈ PR വിചാരിച്ച ഒരു തേങ്ങയെ നടക്കില്ല. നിങ്ങളുടെ ഫ്രണ്ടിൽ വെച്ച് ലാലേട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, PR കൊണ്ട് ആരെങ്കിലും ജയിപ്പിച്ച് കാണിക്കാൻ പറ്റുമെന്ന്. അല്ലെങ്കിൽ ഈ പറയുന്ന പിന്നീട് ബിന്നി ഒന്ന് വെള്ളി വിളിച്ചിട്ട് അടുത്ത പ്രാവശ്യത്തെ ഭർത്താവിനെ കയറ്റി വിട്, ഒരു PR കൊടുത്ത് ജയിപ്പിച്ച് കാണിച്ചു തന്നാൽ മതി എനിക്ക്. അങ്ങനെ ഈ പറയുന്ന പ്രേക്ഷകർ ഇത്രയും ശതമാനം, ഏതൊരു 2.5 ലക്ഷം ഭൂരിപക്ഷമാണ്. ഇത്രയും പ്രേക്ഷകരുടെ വോട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന PR കാണിച്ച ഗിമ്മിക്ക് കണ്ടൊന്നും അല്ല, കണ്ടിട്ടുണ്ട്. ഈ ബിഗ് ബോസ് ചരിത്രത്തിൽ തന്നെ ഇത്രയും വലിയൊരു സർവൈവർ ആയിട്ടുള്ള വേറൊരു പെൺകുട്ടി ഇല്ല, ആൺകുട്ടിയും ഇല്ല. ഇത്രയും സൈബർ ബുള്ളിങ് ചെയ്യുക, ഇത്രയും ഹൗസ്മേറ്റ് ഉൾപ്പെടെ താങ്കൾ ഉൾപ്പെടെ വളഞ്ഞിട്ട് ആക്രമിച്ച ഒരു മത്സരാർത്ഥി വേറെ ഇല്ല. അത് മനസ്സിലാക്കാനുള്ള ബോധ്യം, അത് മനസ്സിലാക്കാനുള്ള എന്താ പറയുക കോമൺ സെൻസ് സാധാരണ ജനങ്ങൾക്കുണ്ട്. പിന്നെ എന്താണ് ഈ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്നത്? അത് ആരും PR പറഞ്ഞു തരുന്ന നിങ്ങളെ പോലെ നിങ്ങൾ ഈ പറയുന്ന ജനങ്ങളെ നിങ്ങൾ ഇതിനെ അണ്ടർഎസ്റ്റിമേറ്റ് ചെയ്യുന്ന ജനങ്ങൾക്ക് ബുദ്ധിയില്ലാതെ വിവരമില്ല. നിങ്ങൾക്ക് മാത്രമേ വിവരമുള്ളൂ. ഈ കാണുന്ന വോട്ടിടുന്ന ഇല്ലാത്തവർക്കെല്ലാം ബുദ്ധിയില്ലാത്തവരാണ്.
അവർക്കൊന്നും വിവരമില്ല, വിദ്യാഭ്യാസമില്ല, അവർ ഈ പറയുന്ന PR പറയണ കേട്ട് ചെയ്യുന്നവരാണ് എന്ന് ചിന്തിക്കുന്നത് നിങ്ങൾക്കാണ് ബുദ്ധിയില്ലാത്തത്. നിങ്ങൾക്ക് വോട്ടിടാത്തത് ഈ പറയുന്ന ജനങ്ങൾക്ക് വിവരം ഉണ്ടായത് കൊണ്ടാണ് എന്നുകൂടി മനസ്സിലാക്കുക. മനസ്സിലായോ? എന്താണ് ഫീൽ ചെയ്തത്? അതാണ് നിങ്ങൾ വിശ്വസിച്ചത്. ഐ ഫീൽ വെരി പിറ്റി ഫോർ ദ എന്റെ പൊന്നെ, അങ്ങനെ ഫീഡ് ചെയ്ത് വിശ്വസിക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ മണ്ണല്ല തിന്നത്, അരിയാഹാരമാണ് കഴിക്കുന്നത്. എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് കണ്ണ് തുറന്ന് 24 മണിക്കൂറും എന്തൊക്കെയാണ് താങ്കൾ ഉൾപ്പെടെയുള്ളവർ ചെയ്തത് എന്നുള്ളത് നമുക്കറിയാം. സപ്പോർട്ടേഴ്സ് ഹു സപ്പോർട്ട് അനിമോൾ PR കൊടുത്തിട്ടില്ല, അത് കൊടുക്കില്ല എന്ന് പറഞ്ഞവര് ഇപ്പൊ എവിടെയാ? എന്താ പറയാനുള്ളത്? ഇവിടെ തന്നെയുണ്ട്. ആരാ പറഞ്ഞത് അനിമോൾ PR കൊടുത്തില്ലെന്ന്? ആരാ മണ്ടി എന്താ പറയുന്നത്? അനിമോൾ PR കൊടുത്തില്ലെന്ന് അവളെ തന്നെയല്ലേ ആദ്യം സമ്മതിച്ചത്. അവളാണ് നെഞ്ചുറപ്പോടെ നിന്ന് ആദ്യമായിട്ട് ഒന്നും ഒളിച്ചു വെക്കാതെ സമ്മതിച്ച ഒരു വ്യക്തി അവരേ ഉള്ളൂ. താങ്കൾ ഇപ്പോഴും അത് ഒളിച്ചു വെക്കുന്നു. അതിനെപ്പറ്റി കമാന്നൊരു അക്ഷരം ഇടുന്നില്ലല്ലോ. ഇവിടെ ആരാ പറഞ്ഞത് പിന്നെ അനിമോൾക്ക് PR ഇല്ലെന്ന്? അനിമോൾക്ക് PR ഉണ്ട്. അനിമോൾക്ക് 16 ലക്ഷം രൂപ കൊടുത്തെന്ന് താങ്കൾ പറഞ്ഞതിനെയാണ് നമ്മൾ ഖണ്ഡിക്കുന്നത്, അത് കൊടുത്തിട്ടില്ല എന്നുള്ളത്. ഇവിടെ അവൾ പറയുന്നത് എന്താണ്? 15 ലക്ഷം രൂപ എന്റെ അടുത്ത് ചോദിച്ചു, പക്ഷെ ഞാൻ കൊടുത്തത് വെറും 1 ലക്ഷം രൂപയ്ക്കാണ് അത് എഗ്രിമെന്റ് ചെയ്തത്, 50,000 രൂപ കൊടുത്തു എന്നാണ് അവൾ പറയുന്നത്. കാര്യങ്ങൾ വിശദമായിട്ട് പറ. അടുത്ത അനിമോളുടെ കൂടെ അല്ലായിരുന്നെങ്കിൽ അനിമോൾ എല്ലാവരും ഫിക്സ് ചെയ്യുന്നതാണ്. ഞാൻ എഴുതി വെച്ചാൽ അനിമോൾ ഒരു 50 ദിവസം 60 ദിവസം എവിക്റ്റ് ആയിട്ട്, നാണം കിട്ട എവിക്റ്റ് ആയിട്ട് ആ പെണ്ണിനെതിരെ അടുത്തൊരു 10 കൊല്ലത്തേക്ക് സൈബർ അറ്റാക്കും പിടിച്ച് ആ പെണ്ണിന്റെ കരിയർ അടക്കം നശിപ്പിച്ച് ആ പെണ്ണ് വഴിതാരാണ്. ഈ ഒരു സ്റ്റേറ്റ്മെന്റിനോട് വിനു ഞാൻ 101% വിയോജിക്കുക. ഈ പറയുന്ന എന്താണ് അനിമോള് പുറത്താവുമായിരുന്നു, ഇതാവുമായിരുന്നു, അത് വിനുവിന്റെ തോന്നലാണത്. അങ്ങനെയൊന്നുമല്ല. ചിലപ്പോൾ നിങ്ങൾക്ക് അടുത്ത വീണ്ടും ഈ പറയുന്ന എന്താണ്, ചിലപ്പോൾ നിങ്ങൾക്ക് വീണ്ടും കസ്റ്റമറെ കിട്ടാൻ വേണ്ടി പറയുന്നത് അങ്ങനെയല്ല. വിനു, സൈബർ ബുള്ളിങ് ഉണ്ടാവും. അതിപ്പോ ആർക്കായാലും ഉണ്ടാവും. കഴിഞ്ഞ വട്ടം ജാസ്മിനും ഉണ്ടായിട്ടില്ലേ, എന്നിട്ട് പുറത്തായോ? സൈബർ ബുള്ളിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ജനം എന്ന് പറയുന്ന ഒരാളെ ഈ പറയുന്ന വിന്നി അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തുമല്ല, വിനു അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യും. നിങ്ങൾ അവർക്ക് കൊടുക്കുന്നത് ഒരു മോറൽ സപ്പോർട്ടാണ്. മനസ്സിലായോ? ശരി തന്നെയാണ്. കുറച്ച് സൈബർ ബുള്ളിങ്ങിൽ കാര്യം എന്താണ് അവിടെ നടന്നത് എന്നുള്ളത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ നിങ്ങൾ സഹായിച്ചു എന്ന് പറഞ്ഞ് പുറത്താകും എന്ന് പറയുന്നത് വളരെ 100% തെറ്റാണ്. ഒരിക്കലും പുറത്താവില്ലായിരുന്നു. മനസ്സിലാവും. ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്താണ് അവിടെ നടക്കുന്നത് എന്നുള്ളത്. അങ്ങനെ ഒരിക്കലും ഈ പറയുന്ന 50 ദിവസം കഴിഞ്ഞിട്ട് അവൾ പുറത്താകുമെന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റോട് 1% പോലും വിനു ഞാൻ അതിൽ യോജിക്കുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, ഞാൻ അതിൽ പ്രൗഡാണ്. ഞാൻ ആ പെണ്ണിന്റെ കൂടെ നിൽക്കുന്നത് കൊണ്ടാണ് ആ പെണ്ണ് ഇപ്പോൾ അവിടെ സർവൈവ് ചെയ്യുന്നത്, സപ്പോർട്ട് ചെയ്യുന്നത്. പുള്ളി പറയുന്നത് ഡേർട്ടി ഗെയിം ആണെങ്കിലും കുഴപ്പമില്ല, എന്തെങ്കിലും കാണിച്ചു കൂട്ടിയാൽ മതി, അത് വിളിപ്പിച്ചോളും. എന്ത് മിസ്റ്റേക്ക് കാണിച്ചാൽ, അതായത് കള്ളം പറയാം, മോഷ്ടിക്കാം, ജാക്കി വെച്ചു എന്ന് പറയാം, സദാചാരം കളിക്കാം, ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കാം, അവരെ മോഷ്ടം മോഹനകളുടെ വിളിക്കാം, എന്ത് രാഗം എന്ത് ചെയ്താലും കുഴപ്പമില്ല. അതെല്ലാം പോസിറ്റീവ് ആക്കി മാറ്റി കുറച്ച് കരച്ചിലും കൂടി ഇട്ടാൽ മതി. അപ്പൊ കറക്റ്റ് അത് പോസിറ്റീവ് ആക്കി മാറ്റാൻ പുള്ളിയെ കൊണ്ട് മാത്രം പറ്റും എന്ന് വീണ്ടും തെളിയിച്ചിരിക്കാം. ഈ ആഴ്ച നിങ്ങൾക്ക് അറിയാം, ഞായറാഴ്ച 7 മണിക്ക് 8 മണിക്ക് ലാലേട്ടൻ കൈ വെക്കുന്ന അനിമോളെ ആയിരിക്കും. അപ്പോൾ ആൾക്കാർ കൈ. ശരി, ഇനി അടുത്ത് ബിന്നി പറഞ്ഞൊരു കേസ് ഡേർട്ടി ഗെയിമിനെ കുറിച്ചാണ് പറഞ്ഞത്. ഡേർട്ടി ഗെയിം അതായത് എന്ത് ജാക്കി വെക്കാന്ന് പറയാം, പിന്നെ കള്ളം പറയാം, പിന്നെ എന്തൊക്കെ പറഞ്ഞത്, എന്ത് പറഞ്ഞാലും വെളുപ്പിക്കൂ. ആ വീട്ടിലെ ഏറ്റവും വലിയ ഡേർട്ടി ഗെയിം കളിച്ചത് ബിന്നി എന്ന് പറയുന്ന കുത്തിത്തിരിപ്പായ താങ്കളാണ്. പ്രൂഫ് ആണോ? ഇതൊക്കെ നമ്മൾ മുമ്പ് ഇട്ട പ്രൂഫാണ്. വേണമെങ്കിൽ ബിന്നി ഒന്നും കൂടി കണ്ടോ. താങ്കൾ പറഞ്ഞ പ്രൂഫ്. താങ്കളാണ് ഈ പറയുന്ന അക്ബർ ജിസേലിന്റെ എവിടെയൊക്കെ കയറി പിടിച്ചു എന്ന് പറഞ്ഞ താങ്കളാണ്. അത് ഡേർട്ടി ഗെയിം അല്ലേ? താങ്കളാണ് ഈ പറയുന്ന ജിസേലും ഈ പറയുന്ന ആര്യനുമായിട്ട് മറ്റെന്തോ ബന്ധമുണ്ട്, അവരെ കയ്യിൽ പിടിക്കുന്നത് ശരിയല്ല, എന്തിന് കയ്യിൽ പിടിച്ചു എന്ന് പറഞ്ഞത് താങ്കളാണ്. അവരെയും കാട്ടി വലിയ ഈ പറയുന്ന അനിമോൾക്കെതിരായിട്ട് ഇതുവരെ ആരും പറയാത്ത ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത് താങ്കളാണ്. ഏറ്റവും വലിയ സൈബർ ബുള്ളി ചെയ്തത് ഈ പറയുന്ന ബിന്നി താങ്കളാണ്. അതിന്റെ പ്രൂഫ് ഞാൻ ഒരിക്കൽ കൂടി കൊടുക്കാം. ഒരാള് ലക്ഷ്മി ബോയ് ഒക്കെ ഭയങ്കര പോപ്പുലർ അല്ലേ കളിക്കുന്ന ഒരാള് ഇവിടെ ചെയ്യണം എന്ന് ഈവൻ അവളുടെ ഫ്രണ്ടിനോട് പറഞ്ഞു, ശൈത്യ എടുത്ത് പറഞ്ഞു ഞാൻ ലവ് ട്രാക്ക് ട്രൈ ചെയ്യുന്നുണ്ട് എന്നുള്ളത് പറഞ്ഞു. അത് അവള് പക്ഷെ അത് പൊളിക്കണം. അതായത് അവള് രണ്ടും കൂടെ ആവണ്ട, അത് നല്ല ആവണം എന്നുണ്ട്. എന്നിട്ട് ഇവിടെ വന്നിട്ട് ലവ് ട്രാക്ക് കളിക്കണം. ഗെയിമിന്റെ ഭാഗമായിട്ട് അവൾ അങ്ങനെ കളിക്കാനായിട്ട് റെഡിയായിട്ട് വരുന്ന ഒരു പെണ്ണിനെ എന്ത് വിളിക്കണം? ഗെയിമിന് വേണ്ടി ഇങ്ങനെ പ്രിപ്പയർ ആയിട്ട് വരുന്ന പെണ്ണിനെ ഏത് കാറ്റഗറി ഏത് മെന്റാലിറ്റി പെടുത്തണം? ഇങ്ങനെയാണോ എന്നുള്ളത് ഹൈലൈറ്റ് ആക്കാൻ നിനക്ക് നീ ഹൈലൈറ്റ് ആക്കുമ്പോൾ നീ അവളുടെ ഭാവം മാത്രം പറയുന്നു. നീയും അതിന് റെസ്പോണ്ട് ചെയ്തു. നിനക്ക് അങ്ങനെ ഫീൽ ചെയ്തു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇങ്ങോട്ടൊരു ഇത് വന്നത് കൊണ്ട് തന്നെയാണ് അങ്ങോട്ടും പറഞ്ഞെന്ന് പറഞ്ഞത്. കേക്ക് കണ്ടിന്യൂഷൻ ഞാൻ സംസാരിക്കാം. ആ സമയത്ത്
നീ ഇറക്കി കഴിഞ്ഞാല് വൈദ്യം പറയും എന്റെ അടുത്ത് പറഞ്ഞിട്ട് അത് സത്യമാണല്ലോ ഇപ്പൊ പോയി അപ്പൊ ആൾക്കാരെ സത്യം പറയാൻ തുടങ്ങിയാൽ അവിടെ പോയി. ഇപ്പൊ ഇറക്കണ്ട, കുറച്ച് കഴിഞ്ഞിട്ട് അല്ല ഗ്രൗണ്ട് സപ്പോർട്ട് കിട്ടും എന്നുള്ളൊരു ഉറപ്പ് വരുന്ന സമയം. ബിന്നി ഇത് കാണുന്നുണ്ടെങ്കിൽ വ്യക്തമായി കണ്ടോ? ബിന്നി എന്താ അവിടെ പറഞ്ഞത്? ഇതുപോലെ വൃത്തികേട് വിളിച്ചു പറയുകയാണ്. അതായത് നിന്നെ അവൾ കയറി പിടിച്ചത് മറ്റൊരർത്ഥത്തിലാണ്, മറ്റൊരു കാമവെറി പൂണ്ടാണ് അനുമോള് ഈ പറയുന്ന ആര്യനെ കയറി പിടിച്ചത്. നിനക്കും ആ വികാരം ഉണ്ടായി, ലാലേട്ടൻ വരുമ്പോൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കണം എന്ന് പറഞ്ഞത് ബിന്നിൽ. ഇതിനേക്കാളും ഡേറ്റി ഗെയിം വേറെ ആരാ ബിന്നി അവിടെ കളിച്ചിരിക്കുന്നത്? ഇതിനേക്കാളും കൂതറ ഗെയിം വേറെ ആരാ ബിന്നി അവിടെ കളിച്ചിരിക്കുന്നത്? ചുമ്മാതല്ല നിനക്ക് വോട്ട് കിട്ടാത്തത്, ബിന്നിക്ക് വോട്ട് കിട്ടാത്തത് ചുമ്മാതല്ല. ഇതിനേക്കാളും വൃത്തികെട്ട മാറിയ കളി വേറെ ആരാ ഈ പറയുന്ന ബിഗ് ബോസിൽ കളിച്ചിരിക്കുന്നത്? നീയാണ്. അതായത് ഒരു പെൺകുട്ടിയെ മാനിപ്പുലേറ്റ് ചെയ്യണം, അതിന്റെ ചുക്കാൻ പിടിക്കുന്നത് നീയാണ്. നീ അവിടെ ചുറ്റും കൂടി ഇരുന്നു കൊണ്ട് ആ പെൺകുട്ടിയുടെ മേൽ അവളൊരു മറ്റൊരു വൃത്തികെട്ട സ്വഭാവത്തിന് അടിമയാണ്, അല്ലെങ്കിൽ സ്വഭാവത്തിന് ഉടമയാണ് എന്നുള്ള രീതിയിൽ വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് ഗൂഢാലോചന നടത്തിയത് നീയാണ്. ഇതിനെ എന്ത് പേരിട്ട് വിളിക്കണം? പിന്നെ ഈ ഗെയിമിന് എന്ത് പേര്? ഇതാണോ ഫെയർ ഗെയിം? ഈ പറയുന്ന ശൈത്യ പറഞ്ഞുള്ള അറിവല്ലേ നിനക്കുള്ളൂ? ശൈത്യ പറഞ്ഞ അറിവേ ഉള്ളൂ ഈ പറയുന്ന അനുമോൾക്ക് അവന്റെ അടുത്ത് എന്താണ് ക്രഷ് ഉണ്ട് എന്നുള്ളത്. നിനക്കത് എന്താ വിശ്വാസം? മറ്റുള്ളവർ പറയുന്ന നീ എന്തുകൊണ്ട് വിശ്വസിച്ചു? നീ അതിന്റെ നിജസ്ഥിതി തിരക്കിയോ? നിനക്ക് എന്തെങ്കിലും തെളിവുണ്ടായിരുന്നോ? ഇപ്പോ ശൈത്യ വന്നപ്പോൾ അത് പറഞ്ഞ നീ അവിടെ തമാശയായിട്ടാണ് പറഞ്ഞത്. ശൈത്യ ഈ പറയുന്ന ആരടുത്ത് പറയുന്നുണ്ട്, ഈ അനുമോടുത്ത് പറയുന്നുണ്ട്, അത് നീ കേട്ടോ? അപ്പോ എന്തെങ്കിലും പറയണ കേട്ട്, ആരെങ്കിലും പറയണ കേട്ട് വന്നിരുന്ന് ഇവിടെ വന്ന് ഒരു പെൺകുട്ടിയുടെ ജീവിതം വെച്ച് കളിച്ചത് നീയാണ്. ആരാണ്? ഈ പറയുന്ന കുത്തിത്തിരിപ്പ് ബിന്നിയാണ്. താങ്കളാണ് ഒരു പെൺകുട്ടിയെ വളരെ മോശമായിട്ട് ചിത്രീകരിച്ചത്. ആ പെൺകുട്ടിക്ക് മറ്റെന്തോ എന്തോ ഒരു ആഗ്രഹം കൊണ്ട്, അല്ലെങ്കിൽ കാമവെറി പൂണ്ടാണ് വന്ന് തന്നെ കെട്ടിപ്പിടിച്ചതെന്നും അവൾ അങ്ങനെ കെട്ടിപ്പിടിച്ചപ്പോ എനിക്കും അതേ വികാരം ഉണ്ടായി എന്നും അത് ലാലേട്ടൻ വരുമ്പോ നീ ചെടുത്ത് പറയണം എന്ന് പറഞ്ഞ വൃത്തികെട്ട മാറിയ ഡേർട്ടി ഗെയിം കളിച്ചത് എന്റെ പൊന്നുമോളെ നീയാണ്. നിന്നെക്കാളും വലിയ വൃത്തികെട്ട ഗെയിം ഈ ബിഗ് ബോസിനകത്ത് ആരും കളിച്ചിട്ടില്ല. ഇതിന് മറുപടി ഉണ്ടോ? ഇതിന് മറുപടി ഉണ്ടെങ്കിൽ ഒരിക്കലും മറുപടി താ. നിനക്ക് അത്രയ്ക്ക് ഒറ്റ തന്തയ്ക്ക് പിറന്ന മോളാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഈ ഇട്ട ആ ഒരു ക്ലിപ്പ് ഇങ്ങനെ നീ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തില്ല, അതിന് മറുപടി പറ. അല്ലാതെ നീ മോങ്ങുന്നു, കരച്ചിൽ നാടകം, നീ ഇപ്പൊ ഇവിടെ ഒന്ന് കരയല്ലേ ചെയ്ത്, കരഞ്ഞു മോങ്ങുകയല്ലേ ചെയ്തത്. എന്താ പറയുക, ആൾക്കാരെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആൾക്കാർക്ക് ബുദ്ധിയുണ്ട്, വിവേകമുണ്ട്, എന്താണ് സത്യമെന്നും എന്താണ് മിഥ്യയെന്നും ആൾക്കാർക്ക് തിരിച്ചറിയാനുള്ള കഴിവുള്ളത് കൊണ്ടാണ് നീ പുറത്തിരിക്കുകയും അവളെ കപ്പും കൊണ്ടടിച്ചു കൊണ്ട് വന്നത്. ഇത്രയേ ഉള്ളൂ, വെരി സിമ്പിൾ. ഇനി കിടന്നുകൊണ്ട് മോങ്ങി എന്നെ സൈബർ ബുള്ളിങ് ചെയ്യണേന്ന് പറഞ്ഞു കുറെ സ്ക്രീൻഷോട്ട് ഇട്ടിക്കണ്. ആൾക്കാരെ മാനിപ്പുലേറ്റ് ചെയ്യാനാ, ഇതാണ് സൈബർ ബുള്ളിങ്. ഇതല്ല പൊന്നുമോളെ, ഇതൊന്നും അല്ല സൈബർ ബുള്ളിങ്. അപ്പൊ താങ്കൾക്ക് ഇതുവരെ സൈബർ ബുള്ളിങ് എന്ന് പറയുന്ന സാധനമേ കിട്ടിയിട്ടില്ല. വന്ന് കൊണ അടിക്കുകയാണ്, ഇവിടെ വന്നിരുന്ന് വാർത്താളം അടിച്ചു വിടുകയാണ് അല്ലേ? ഇതാണോ സൈബർ ബുള്ളിങ്? എന്റെ പൊന്നു പ്രേക്ഷകരെ, നിങ്ങൾ പിന്നീട് കമന്റ് ചെയ്യൂ. ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും സത്യമുണ്ടെങ്കിൽ. ഞാൻ പറയുന്ന വളരെ വസ്തുനിഷ്ഠമായിട്ട് കൃത്യമായിട്ട് സംഭവങ്ങൾ വെച്ചിട്ടാണ് പറയുന്നത്. ബിന്നി, ചാലഞ്ച് ഈ പറയുന്ന ഞാൻ ഇപ്പൊ ഇട്ട ക്ലിപ്പിന് എന്ത് വിശദീകരണമാണ് നിനക്കുള്ളത്? അത് പറ. എന്നിട്ട് ബാക്കി മറ്റുള്ളവരുടെ ഡേറ്റി ഗെയിമിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം. ആദ്യം താങ്കളുടെ ഡേറ്റി ഗെയിം കളിച്ചില്ലേ, അതെന്താണെന്ന് പറ കേട്ടോ. നമുക്ക് ഇവിടെ കാണാം. ജയ് ഹിന്ദ്.